നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ ഗുരുതരമായി രേഖപ്പെടുത്തുന്ന സംഭവങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണം. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ചുമതല നിർവഹിച്ച് മടങ്ങുന്നതിനിടയിൽ സംഘടിതമായി ആക്രമിക്കപ്പെടുകയും വാഹനങ്ങൾ തകർക്കപ്പെടുകയും കൊല്ലട എന്ന ആക്രോശത്തോടെ വളയുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇത് വെറും രാഷ്ട്രീയ പ്രതിഷേധമല്ല, നിയമവ്യവസ്ഥയോടുള്ള തുറന്ന വെല്ലുവിളിയാണെന്ന വിമർശനമാണ് ഉയരുന്നത്. ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടുകളും സംഭവം ആസൂത്രിതമാണെന്നും സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നും ചൂണ്ടിക്കാണിക്കുന്നതോടെ വിഷയം കൂടുതൽ ഗുരുതരമായിരിക്കുകയാണ്. തലസ്ഥാനത്ത് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് എന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തുവന്നു. അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിൽ കേരള പോലീസിന് വീഴ്ച പറ്റിയെന്നും കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലും പ്രതികളെ പിടികൂടുന്നതിലും ഗുരുതരമായ അനാസ്ഥ ഉണ്ടായെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 8 മണിക്കൂർ നീണ്ടുനിന്ന റെയ്ഡിനിടെ ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് വീഴ്ച പറ്റി. കേന്ദ്ര ഏജൻസികൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഡിവൈഎഫ്ഐ, SFI, CPM പ്രവർത്തകരാണ്. ആക്രമണത്തിന് ശേഷം പ്രതികൾ നേരെ പോയത് പാളയത്തെ പാർട്ടി ഓഫീസിലേക്കാണ്. മണിക്കൂറുകളോളം പ്രതികൾ അവിടെ ഉണ്ടായിരുന്നിട്ടും പോലീസിന് അവരെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചില്ല എന്നും പിന്നീട് പ്രതികൾ സ്വമേധയാ പുറത്തു വന്നപ്പോഴാണ് നടപടി ഉണ്ടായതെന്നും റിപ്പോർട്ട് പറയുന്നു. നിലവിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും 2 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അറസ്റ്റിലായവരെക്കാൾ അധികം പ്രതികൾ ഉണ്ടെന്നും ഇവരെ ഇനിയും പിടികൂടിയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആക്രമണ സമയത്ത് വി ശിവൻകുട്ടി, ബി ജോയ്, DK മുരളി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സ്ഥലത്തുണ്ടായിരുന്നിട്ടും പോലീസിന്റെ FIR-ൽ ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. 300ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും പലരുടെയും പേരുകൾ ഒഴിവാക്കിയതായാണ് ആക്ഷേപം. അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുന്ന വിവരം ആഭ്യന്തര വകുപ്പിനെയോ സെക്രട്ടറിയോ അറിയിച്ചിരുന്നില്ല എന്നാണ് സർക്കാർ പക്ഷം. CRPF ക്യാമ്പ് അടുത്തായിരുന്നിട്ടും ഇ ഡി ഉദ്യോഗസ്ഥർ കൂടുതൽ സുരക്ഷ ആവശ്യപ്പെട്ടില്ല എന്നും സർക്കാർ വാദിക്കുന്നു. പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്ന ആരാധകർ നിയന്ത്രണം വിട്ട് വൈകാരികമായി പ്രതികരിച്ചതാണെന്ന് ആക്രമണത്തെ ന്യായീകരിച്ച് CPM നേതാവ് ബി ജോയ് പ്രതികരിച്ചു. എന്നാൽ വനിതാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉൾപ്പെടെ നടന്ന ഈ ആക്രമണം ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയും കേരളത്തിന് നാണക്കേടുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഗുണ്ടകൾ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു എന്ന തരത്തിലാണ് ദേശീയ തലത്തിൽ ഈ വാർത്ത പ്രചരിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ അന്വേഷണ ഏജൻസികളെ നിയമപരമായി ചോദ്യം ചെയ്യാം, കോടതിയെ സമീപിക്കാം, രാഷ്ട്രീയമായി വിമർശിക്കാം. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും സർക്കാർ വാഹനങ്ങൾ തകർക്കുകയും ചെയ്യുന്നത് പ്രതിഷേധമല്ല, അത് നിയമലംഘനമാണ്. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള കേന്ദ്ര ഏജൻസികളെ ആക്രമിക്കുന്നത് സംസ്ഥാന കേന്ദ്ര ബന്ധത്തെയും ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളെയും വരെ ബാധിക്കുന്ന വിഷയമാണ്. ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരള സർക്കാരിനോട് റിപ്പോർട്ട് തേടുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇവിടെയാണ് CPM നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രതിഷേധം സംഘടിപ്പിച്ച നേതാക്കൾക്കും അതിന് പിന്തുണ നൽകിയവർക്കും സംഭവത്തിന്റെ രാഷ്ട്രീയവും നിയമപരവുമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധമുണ്ടായിരിക്കണം. കാരണം തെരുവിലിറങ്ങി കല്ലെറിയുന്ന സാധാരണ പ്രവർത്തകരാണ് ഒടുവിൽ കേസുകളിലും അറസ്റ്റുകളിലും കുടുങ്ങുന്നത്. ഇതിനോടകം തന്നെ 100 കണക്കിന് പ്രവർത്തകർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേരളം മുൻപും രാഷ്ട്രീയ അതിക്രമങ്ങളുടെ ഭീകരത കണ്ട സംസ്ഥാനമാണ്. ഒരു വിഭാഗം പ്രവർത്തകർ ആവേശത്തിൽ ചെയ്യുന്ന അക്രമം പിന്നീട് വർഷങ്ങളോളം നിയമ നടപടികളായി തിരിച്ചെത്തിയ അനുഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിനുണ്ട്. എന്നാൽ അതിൽ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും അതേ പാതയിലേക്ക് പോകുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുരന്തം. നേതാക്കൾ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തി മാറി നിൽക്കുമ്പോൾ കേസുകളുടെ ഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണ അണികൾക്കാണ്. ഇതിലേറെ അപകടകരമായത് കേരളത്തിന്റെ പൊതുചിത്രമാണ്. ഒരു സംസ്ഥാനത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്ന സന്ദേശം പുറത്തു പോയാൽ അത് നിക്ഷേപാന്തരീക്ഷത്തെയും ഭരണ സംവിധാനങ്ങളെയും പോലും ബാധിക്കും. നിയമവാഴ്ച ദുർബലമാണെന്ന ധാരണ ഉണ്ടാകുന്നത് കേരളത്തിന് തന്നെ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേണ്ടത് വികാര പ്രകടനമല്ല, ആത്മപരിശോധനയാണ്.